തന്നെ ഗുരുവായൂരപ്പന് നന്ദി പറയുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസമാണ് നമുക്ക് യൂട്യൂബ് ക്രിയേറ്റർ അവാർഡ് അഥവാ പ്ലേ ബട്ടൺ ലഭിച്ചത്. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാം. അതുപോലെ തന്നെ പല ആളുകൾക്കും യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചും പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി അതിനെക്കുറിച്ചും പറയാം. ഈ ഒരു അവാർഡ് ലഭിക്കണമെങ്കിൽ നമുക്ക് 1,00,000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആവണം. നമ്മൾ യൂട്യൂബ് ചാനലിൽ 1,00,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാലാണ് ഈ ഒരു പ്ലേ ബട്ടൺ ലഭിക്കുക അഥവാ യൂട്യൂബ് ക്രിയേറ്റർ അവാർഡ് ലഭിക്കുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കണ്ടാണ് നമുക്ക് 1,00,000 ആളുകളായി തീർന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് പ്ലേ ബട്ടൺ യൂട്യൂബ് നമുക്ക് അയച്ചു തന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് നമുക്കത് കൈകളിൽ ലഭിച്ചത്. അപ്പോൾ നമുക്ക് പ്ലേ ബട്ടൻ്റെ കാഴ്ചകൾ കാണാം. നമുക്ക് ലഭിച്ചത് സിൽവർ പ്ലേ ബട്ടനാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ലഭിച്ചത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു സിൽവർ പ്ലേ ബട്ടനാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ലഭിച്ചത്. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു അപ്രീസിയേഷൻ ലെറ്ററാണ് തന്നിരിക്കുന്നത്. അതിൽ അവരെ CEO സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ 10,00,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ, അതേപോലെ തന്നെ ഡയമണ്ട് പ്ലേ ബട്ടൺ, അതേപോലെ മറ്റ് അവാർഡുകളെയൊക്കെ കുറിച്ചാണ്. മൂന്നാമതായി നമുക്കൊരു ചെറിയൊരു കാർഡാണ് അതിലുള്ളത്. നമ്മളെ ഒന്ന് അപ്രിഷിയേഷൻ ചെയ്യുന്നൊരു ചെറിയൊരു ലെറ്ററാണത്, ചെറിയൊരു കാർഡാണ്. അതേപോലെ തന്നെ അതിൽ നമ്മളെ പ്ലേ ബട്ടൺ എന്തെങ്കിലും ഡാമേജോ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനും അതിനെക്കുറിച്ച് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ലെറ്ററായിരുന്നു അത്. ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് പോലത്തെ ഒരു സംഭവമായിരുന്നു അത്. നമുക്കിതെല്ലാം ലഭിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കുറേ ആളുകൾ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് തന്നെ പലർക്കും അറിയാം. പക്ഷെ അവർക്കൊന്നും ലഭിക്കാത്തൊരു അംഗീകാരം നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ ഒരു ചെറിയ സമയം, ഏകദേശം ഒരു 10 മാസത്തെ കാലാവധി കൊണ്ടാണ് നമുക്കൊരു ഈ ഒരു യൂട്യൂബ് ക്രിയേറ്റർ അവാർഡ് അല്ലെങ്കിൽ അഥവാ പ്ലേ ബട്ടൺ ലഭിച്ചത്. അതൊരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ നിങ്ങൾ തന്ന അകമഞ്ഞ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിലെത്തിയത്. എല്ലാവരോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഞാൻ ഈ ഒരു അവസരത്തിൽ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഗുരുവായൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കാഴ്ചകൾ ചെറിയ വീഡിയോസ് ആക്കിയിട്ടായിരുന്നു നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ വീഡിയോസ് കൂടുതൽ ആളുകളോട്ട് പെട്ടെന്ന് എത്തുക എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് ചെറിയ വീഡിയോസ് പ്രൊമോട്ട് ചെയ്തത്. ലോങ് വീഡിയോസ് ആളുകളിലോട്ട് എത്താൻ കുറച്ച് സമയമെടുക്കും. പിന്നെ നമുക്ക് ലോങ് വീഡിയോസിന് അങ്ങനെ പ്രൊമോഷനൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പല ആളുകളും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോസ് കൂടുതൽ ആളുകളോട്ട് എത്താൻ കാരണമായി തീരുന്നത്. പിന്നെ ഇതുവരെ ചാനലിലോ ഒരു സ്ഥലത്തും പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ എംപ്ലോയ് ആയിട്ട് കാണുന്ന ആ ഒരു വെണ്ണക്കണ്ണൻ്റെ തിളങ്ങുന്നൊരു വിഗ്രഹം യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു ഭഗവാന്റെ വിഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ ആണ് നമ്മളിപ്പോഴും ഈ ചാനലിൻ്റെ എംപ്ലോയ് ആയിട്ട് സൂക്ഷിക്കുന്നത്. ഭഗവാന്റെ തിരുനടയിൽ നിന്ന് ഒരു ദിവസം ലേലം ചെയ്യാൻ ഭാഗ്യമുണ്ടായതായിരുന്നു ആ ഒരു വിഗ്രഹം. പിന്നെ കുറച്ച് കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഭഗവാന്റെ തിരുനടയിൽ തന്നെ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ കൈകളിൽ അത് എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി ഞാൻ കാണുമ്പോൾ വളരെ കരി പിടിച്ചിട്ട് ഒരു ഇരുണ്ടതുമായ ഒരു വിഗ്രഹമായിരുന്നു. തീരെ മനോഹരമല്ലായിരുന്നു. പിന്നീട് എൻ്റെ കൈകളിൽ എത്തിച്ചേർന്നതിന് ശേഷം പോളിഷ് ചെയ്ത് വളരെ മനോഹരമായി ഈ ഒരു രീതിയിലാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. പിന്നെ യൂട്യൂബ് വരുമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ഷോർട്സ് വീഡിയോ എന്ന് പറയും, കുഞ്ഞു വീഡിയോസൊക്കെ ഉണ്ടല്ലോ. 1,00,000 ആളുകൾ കാണുമ്പോൾ പിന്നെ ക്രിയേറ്റർക്ക് ലഭിക്കുക $1. $1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 80 രൂപ, 82 രൂപയുടെ അടുത്തുണ്ട്. 1,00,000 ആളുകൾ ഒരു ചെറിയ വീഡിയോ കണ്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ക്രിയേറ്റർക്ക് $1 ലഭിക്കുക. അതേപോലെ പിന്നെ ഈ വലിയ വീഡിയോസ് ഒക്കെ പ്ലേ ആകുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ റവന്യൂ ലഭിക്കുക. മീൻസ് നമ്മൾ വീഡിയോസിൽ ഇങ്ങനെ ആഡുകൾ പ്ലേ ആകുമ്പോഴാണ് പിന്നെ ഇതിൻ്റെ ചാനലിൻ്റെ ഓണർക്ക് പൈസ ലഭിക്കുക.
പലർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും പിന്നെ ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രമാണല്ലോ. അത് വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ചാണ് ഏഡുകൾ ഇങ്ങനെ പ്ലേ ആവുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഇങ്ങനെ ആളുകൾക്ക് പൈസ ലഭിക്കുക. വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിയുമ്പോഴാണ് ഫുൾ ഏഡെല്ലാം പ്ലേ ചെയ്തിട്ട് പിന്നെ അടുത്ത ആളുകളിലോട്ട് ഈ വീഡിയോസ് പ്രൊമോട്ടായി പോകണമെങ്കിൽ തന്നെ ഒരു വീഡിയോ ഒരാൾ ഫുള്ളായിട്ട് കാണുമ്പോഴാണ് മറ്റു ആളുകളിലോട്ട് ഇതിങ്ങനെ പ്രൊമോട്ടായിട്ട് പോവുക. പലരും കുറച്ച് ഭാഗങ്ങളെല്ലാം കണ്ട് കുറച്ച് അല്ലെങ്കിൽ സ്കിപ്പൊക്കെ ചെയ്തിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ പലരുടെ റീച്ച് ആവാതിരിക്കാനും പ്രധാന ഒരു കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ചാനൽ തുടങ്ങിയ ഒരു അവസരത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു 1,00,000 സബ്സ്ക്രൈബർ നമ്മളെ ചാനലിൽ വരും എന്ന്. ഭഗവാന്റെ ഒരു അനുഗ്രഹവും നിങ്ങളെല്ലാവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ടും ഗുരുവായൂരുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ അല്ലെങ്കിൽ പ്ലേ ബട്ടനെ കുറിച്ചോ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. റിപ്ലൈ തരുന്നതായിരിക്കും തീർച്ചയായും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വീണ്ടും പഴയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് വീണ്ടും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തുരക്ഷിക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.